നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഒരു അമ്മായിയമ്മയുടെയും മരുമകളുടെയും കഥയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അമ്മായിയമ്മ എങ്ങനെ ആകരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കൊല്ലത്ത് നിന്നുമുള്ള ശാന്ത. ഈ ശാന്ത സ്വന്തം പേരക്കുട്ടികളുടെ മുന്നിലിട്ടാണ് അവരുടെ അമ്മയെ തല്ലിക്കൊന്നത്, അല്ലെങ്കിൽ വെട്ടി നുറുക്കി പീസ് ആക്കിയത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഏതൊരു വിഷയം വന്നാലും രണ്ട് വശം ഉണ്ടല്ലോ. അമ്മയെ തല്ലിയാലല്ല, അമ്മ തല്ലിയാലും രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന മരുമകളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തത് എന്ന് ഒരു വശവും, എന്നാൽ ഇവർ ആ പാവം പെണ്ണിനോട് കാണിച്ചത് കൊടിയ അനീതിയാണ്, അല്ലെങ്കിൽ കൊടും ക്രൂരത തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പലരും ഇപ്പോൾ സമൂഹ മാധ്യമത്തിലുണ്ട്. ഇപ്പോഴിതാ കൊല ചെയ്യപ്പെട്ട ആ യുവതിയുടെ കുടുംബം തന്നെ രംഗത്ത് വരുന്നുണ്ട്. അനാവശ്യമായുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അവരുടെ യുവതിയുടെ കുടുംബത്തെയും അവരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണെന്ന് പറയുന്നു. അതായത് ശാന്ത ഇങ്ങനെ ചെയ്യാൻ കാരണം മരുമകൾ അമ്മായിയമ്മയോട് പോര് കാണിക്കാൻ ചെന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ നിൽക്കാൻ വയ്യാതെ, അമ്മായിയമ്മ പോര് രൂക്ഷമായപ്പോൾ അവിടെ നിൽക്കാൻ വയ്യാതെ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങി പോവുകയായിരുന്നു ആ യുവതി. എന്നാൽ ഭർത്താവ് തിരികെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. തിരികെ കൂട്ടിക്കൊണ്ട് വന്ന മണിക്കൂറുകളായില്ല അപ്പോഴേക്കും കൊലപാതകം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്റെ അമ്മായിയമ്മ പോരിന്റെ രൂക്ഷഭാവം കണ്ടതിന് ശേഷം ഈ വീട് വിട്ട് ഓടിപ്പോയവൾ എന്നേക്കുമായി തിരിച്ചു പോയി എന്ന് വിചാരിച്ചെടുത്താണ് അവൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ആ പകയും വേദനയും ദേഷ്യവും ഒക്കെ സഹിക്കവയ്യാതെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പലരും പറയുന്നത്. എന്തായാലും തെളിവെടുപ്പിനായി ഈ ശാന്തയെ ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ചൂലെടുത്ത് അടിക്കും സാറേ ഞങ്ങളെന്ന് പലരും പറയുന്നുണ്ട്. നാട്ടുകാരടക്കമുള്ളവർ പറയുന്നുണ്ട്. അക്ഷരത്തിൽ നാട്ടുകാരും ഞെട്ടലിലാണ്. ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു മകളെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കുക എന്നാണ് പലരും ചോദിക്കുന്നത്. അവരും ഒരു അമ്മയല്ലേ, അവരും പ്രസവിച്ച ഒരു സ്ത്രീയല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ ശാന്ത എന്ന ആ സ്ത്രീയുടെ ശരീരഭാവവും നടക്കുന്ന രീതിയും കണ്ടാൽ തന്നെ അറിയാം, എന്തോ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തു വന്ന പട്ടാഭിഷേകം കഴിഞ്ഞു വരുന്ന ഒരു മട്ടും മാതിരിയും ഭാവവും ഒക്കെയാണ്. ഈ താൻ ഇട്ടിരുന്ന നൈറ്റിൽ മുഴുവൻ മരുമകളുടെ ചോര പുരുണ്ടിട്ടും അവർക്ക് യാതൊരുവിധ കൂസലും ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിച്ചത്, അല്ലെങ്കിൽ അവർ നടന്നു നീങ്ങിയത്. ഇനി ഇവർ എത്ര പ്രായം കഴിഞ്ഞാൽ, എത്ര നാൾ കഴിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു പക്ഷേ അവിടെ അപ്പോഴും സ്വന്തം അമ്മയെ കൺമുന്നിലിട്ട് കൊന്നതിന്റെ മെന്റൽ ട്രോമ ആ രണ്ട് കുട്ടികൾക്കും ഉണ്ടായിരിക്കും. വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരമുള്ള കാഴ്ചകൾ അവർക്ക് ഏറ്റവും കൂടുതലും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ അമ്മയായിരിക്കും അവരെ ഏറ്റവും കൂടുതലും ചേർത്ത് പിടിച്ചിരുന്നത്. ഇവിടെ ആ അമ്മ സ്വന്തം കുട്ടികളുടെ മുന്നിൽ കിടന്ന് വെട്ടുകൊണ്ട് ഇങ്ങനെ ചോര വാർന്ന് മരിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കാം ചിന്ത കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുക. അമ്മായിയമ്മയാണെന്നോ, അല്ലെങ്കിൽ അതൊരു മരുമകളായിരുന്നു എന്നോ, സ്വന്തം അമ്മയാണ് അച്ഛൻ്റെ അമ്മ ഇങ്ങനെ കൊല്ലുന്നത് എന്നതൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ പേടിച്ച് ഭയന്നിട്ടുണ്ടാകാം. ഈ ഭർത്താവ് എവിടെയായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് പോലും ചോദിച്ചു പോയാണ്. ചില അമ്മായിമ്മമാർക്ക് മകനോടുള്ള അമിത സ്നേഹം, അല്ലെങ്കിൽ മകൻ തിരിച്ച് തന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യയോടാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ തന്നെ ചിന്തിച്ചു കൂട്ടി തെറ്റായ ചിന്തകൾ കൊണ്ടുവന്ന് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന അമ്മായിമ്മമാരുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അത്തരം അമ്മായിമ്മമാരില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അമ്മായിമ്മ പോരൊക്കെ പണ്ടേ പോയി മറഞ്ഞു, അല്ലെങ്കിൽ അത് സ്ത്രീധനം പോലെയുള്ള സിനിമകളിലും സീരിയലുകളിലും മാത്രമേ അമ്മായിയമ്മ പോരെ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇപ്പോഴത്തെ ജനറേഷൻ പെൺപിള്ളാരെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന നമ്മളിലേക്ക് വരുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു ഇത് എന്ന് ഓർക്കുക. പെൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഇഷ്ടം പോലും, അല്ലെങ്കിൽ താല്പര്യം പോലും ഇല്ല എന്നുള്ള പല കണക്കുകളും പറയുമ്പോഴും അതിൽ പല കാര്യങ്ങളിൽ ഒരു കാര്യം ഇതുകൂടിയാണ് എന്നാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എപ്പോഴാണോ ഒരു വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒരു കുടുംബം, ആ പെൺകുട്ടിയുടെ കുടുംബം ആ പുരുഷന്റെ സ്വഭാവ രീതിയും ഒക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ആ അമ്മായിയമ്മയുടെ സ്വഭാവ രീതി കൂടി ചോദിച്ച് മനസ്സിലാക്കുക. അമ്മായിയമ്മ നന്നായി തന്നെ സ്വന്തം മകളെ പോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വീട് നരകം തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.